സംസ്ഥാന വഖഫ് ബോർഡിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിൽ സർക്കാർ കോടതിയിൽ ഒത്തുകളിച്ചു എന്ന ആരോപണവുമായി പ്രതിപക്ഷവും സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകളും ന്യൂനപക്ഷങ്ങളെയും ജനങ്ങളെയും വഞ്ചിക്കുന്ന നിലപാടാണ് UDF സർക്കാർ സ്വീകരിച്ചത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. പ്രതിപക്ഷ നേതാവ് കളവ് പറയാനേ കഴിയൂ എന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം മറുപടി നൽകി. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ നിലപാട് കൊലച്ചതിയെന്ന് റഹ്മത്തുള്ള സഖാഫി എളമരവും വിമർശിച്ചു. വിശദമായൊരു റിപ്പോർട്ട് കാണാം. ഈ റിപ്പോർട്ടോടുകൂടി ഈവനിംഗ് മലയാളവും പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്കു ശേഷം സൗകര്യകാലയിൽ രുചീഷ് വീരേന്ദ്രനെത്തും. നമസ്കാരം. കേരള വഖഫ് ബോർഡിൽ മുസ്ലിങ്ങളല്ലാത്ത അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതടക്കം ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് കോടതി ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് പുതിയ വിവാദ തുടക്കം. ഹർജിക്കാർ ഉന്നയിച്ച അപാകതകൾ എല്ലാം പരിഹരിച്ച് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചെന്നാണ് സർക്കാർ നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയത്. തുടർന്ന് വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തി. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സർക്കാർ നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾ. ഹൈക്കോടതിയിൽ ഹർജിക്കാർക്കൊപ്പം ചേർന്ന് സർക്കാർ ഒത്തുകളിച്ചെന്നും വഖഫ് ബോർഡിൽ 2 മുസ്ലിങ്ങളെ നിയമിച്ചേ പറ്റൂ എന്ന വാശിയിലാണ് സർക്കാർ നിലപാടെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. സംഘപരിവാറുമായി രഹസ്യധാരണയോ കൈകോർക്കലോ അല്ല, അതിനു പകരം സമ്പൂർണമായ കീഴടങ്ങലും പാദസേവയുമാണ് ഇപ്പോഴത്തെ നടപടികളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. ഇത് അപമാനകരമായ കാര്യമാണ്, തീർത്തും ലജ്ജാകരമായ കാര്യമാണ്. മുസ്ലിം ലീഗ് നോമിനിയായ സ്പെഷ്യൽ പ്ലീഡർ മുഖേനയാണ് സർക്കാർ ഈ നിലപാട് അറിയിച്ചതെന്നും പിണറായി വിമർശിച്ചു. എന്നാൽ സാങ്കേതികത്വത്തിൽ ഊന്നിയായിരുന്നു ലീഗിന്റെ വിശദീകരണം. കോടതിയെ അറിയിച്ചത് ബോർഡ് രൂപീകരണം നിയമപരമല്ല എന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് മാത്രമാണ്. അമുസ്ലിങ്ങളെ തിരികെ കയറ്റാമെന്ന് പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ കളവ് പറയാനല്ലേ കഴിയൂവെന്നും ലീഗ് നിലപാടിൽ മാറ്റമില്ലെന്നും ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന് അതിന്റെ കൂടെ നിൽക്കല്ലാതെ കളവ് പറയാനല്ലാതെ മറ്റു നിലനിൽക്കാൻ മാർഗമൊന്നുമില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. ഇതിന്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരു സംസ്ഥകളും സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാർ BJPയുമായി ഒത്തുകളിച്ചുവെന്ന് ഉമർ ഫൈസി മുക്കം ആരോപിച്ചു. വഖഫ് ബോർഡിലെ 2 ഒഴിവുകൾ സർക്കാരിന് തന്നെ നികത്താമായിരുന്നു. ലീഗ് വിഷയം ഗൗരവത്തിലെടുത്തില്ല. ലീഗിന് സമുദായ താല്പര്യമില്ല. 5 മന്ത്രിമാർ 6 ആകണമെന്ന് മാത്രമേ താല്പര്യമുള്ളൂ. സർക്കാരിന് 2 ആളെ ഒഴിവുണ്ടെങ്കിൽ അവിടെ നികത്താനുള്ള അധികാരം അവർക്കുണ്ട്. അത് നികത്തിയാൽ മതി. BJPയുടെ കൂടെ പോയിട്ട് പരാതിയിലൊന്നും കൂട്ടിച്ചേരേണ്ട ആവശ്യമില്ല. മനുഷ്യന്മാരൊക്കെ വടക്കാവാൻ വേണ്ടിട്ട്. പക്ഷെ BJP ഹർജിക്കാരനെ പിന്തുണയ്ക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ? കോടതി പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തണ്ടായിരുന്നല്ലേ? BJPയുടെ വാദത്തെ അംഗീകരിച്ചു കൊടുക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതാണല്ലേ? അതും പിന്നെ സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഗതി സർക്കാരിന്റെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ നേർത്തിയാൽ മതിയായിരുന്നു. സർക്കാർ നിലപാട് കൊലച്ചതി എന്നാണ് AP വിഭാഗം നേതാവും SFI സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ റഹ്മത്തുള്ള സഖാഫി എളമരത്തിന്റെ പ്രതികരണം. വഖഫ് ബോർഡ് ചെയർമാൻ K. സംസയെയും മറ്റും പുറത്താക്കാനാണ് സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചത്. മകൻ മരിച്ചാലും മരുമകൾ കരയുന്നത് കണ്ടാൽ മതിയെന്ന അമ്മായിയമ്മയുടെ നിലപാടാണ് സർക്കാരിന്. വഖഫ് ബോർഡിന് ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ മദീന ബീഗത്തിന് ബോർഡിന്റെ താൽക്കാലിക ചുമതല നൽകി. സർക്കാർ നൽകിയ അപ്പീൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിക്കാതെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതിനെതിരെയും സർക്കാരിനെതിരെ വിമർശനമുയരുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.